വിധായകൻ വിനയൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ വിനയൻ, അമ്മയുടെ യോഗം അഡ്ഹോക് കമ്മിറ്റി ഓൺലൈനായി വിളിച്ചു ചേർക്കുകയാണ്. ഉടൻ തന്നെ ഒരു ജനറൽ ബോഡി വിളിച്ചു ചേർക്കുമെന്നാണ് അറിയുന്നത്. ഈ ഹെമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷം രണ്ട് സുപ്രധാന നീക്കങ്ങൾ. ഒന്ന്, ഇതൊരു ട്രേഡ് യൂണിയൻ ആക്കണമെന്ന ആവശ്യം ആ സംഘടനയിൽ തന്നെ ഉയരുന്നു എന്ന കാര്യം. ഒപ്പം പുതിയൊരു സംഘടനാ രൂപം ഉണ്ടാവണമെന്ന ആവശ്യം മറ്റൊരു തരത്തിലും കേൾക്കുന്നു. ഇതൊന്നും കൃത്യമായ ചിത്രമായിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും അമ്മയിൽ ഒരു തിരുത്തൽ അത് ഏത് രൂപത്തിൽ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നു? അമ്മ മലയാളത്തിലെ ഒരു വലിയ പ്രമുഖ സംഘടനയാണ്. അത് നമുക്കൊരിക്കലും അതിനെ ഒരു തള്ളിക്കളയാൻ പാടില്ല, ഒഴിവാക്കാനും പറ്റുന്ന ഒരു സംഘടനയൊന്നും അല്ല അത്. അപ്പൊ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി, അത് അവരത് പരിഹരിക്കും. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ തിരുത്തി നന്നാകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ സംഘടന മൊത്തം ഒഴിവാക്കണോ അല്ലെങ്കിൽ അത് പിരിച്ചുവിടണോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, അവര് കൂടിയിട്ട് പുതിയ നേതൃത്വം എന്തായാലും ഈ മോഹൻലാലിനെ പോലുള്ള ഒരാളൊക്കെ രാജിവെച്ച് മാറിയത് എനിക്ക് തോന്നുന്നു ആ സംഘടനയോടുള്ള ആ സംഘടനയ്ക്ക് ഒരു അപജയം ഉണ്ടാകുന്നത് തോന്നിയതിന്റെ ഫീലിംഗിലായിരിക്കുമല്ലോ. അവരത് ഇപ്പൊ വീണ്ടും യോഗം കൂടുന്നു, തിരിച്ചു വരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പൊ ആ സംഘടനയെ ഒത്തിരി പേർക്ക് ഗുണങ്ങളൊക്കെ അവർ ചെയ്യുന്ന ഒരു വലിയ സംഘടനയാണ്. അപ്പൊ ആ സംഘടനയെ അങ്ങനെ നമ്മൾ തള്ളിക്കളയേണ്ട. അവർ തിരുത്തി അവരുടേതായ വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരട്ടെ എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു കാര്യം കൂടി, ഈ പൾസർ സുനിയുടെ പുറത്തിറങ്ങൽ, അത് സിനിമാ മേഖലയിൽ നിന്ന് കാര്യമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരാണ് ഇതിന് പിന്നിൽ എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാരണം പൾസർ സുനിയും അദ്ദേഹം നടത്തുന്ന നിയമ പോരാട്ടവും അത് ചെറിയ ലക്ഷങ്ങളുടെ ഒന്നുമല്ല, സുപ്രീം കോടതിയിലേക്ക് നീളുന്ന പോരാട്ടമാണ്. അതാണ് ഒടുവിൽ ജാമ്യത്തിലേക്കും എത്തിയത്. പൾസർ സുനി പുറത്തിറങ്ങിയ ശേഷം അത് മലയാള സിനിമയിൽ അന്വേഷണ സംവിധാനങ്ങൾക്കപ്പുറം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത്തരമൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ സിനിമയിൽ? പൾസർ സുനിയുടെ ജാമ്യവും ആ കേസും ഒക്കെ ഒരു വലിയൊരു കുറ്റാന്വേഷണ ഇംഗ്ലീഷ് സിനിമ കാണുന്ന കണക്കോ നോവൽ വായിക്കുന്ന കണക്കോ ഒക്കെയാണ് നമ്മളുമൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇത്രയും പൈസ മുടക്കിയത് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത് എന്നൊന്നും നമുക്കും അറിയില്ല. ഏതായാലും അത് നോക്കിക്കാണാം. 3-4 മാസത്തിനകം ആ കേസിന്റെ വിധി വരും. ഇതുപോലൊരു കേസ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ നമ്മുടെ ലോകത്തൊരിടത്തും നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനൊരു കേസും, ഇങ്ങനെ അതിന്റെ രീതികളും അതിന്റെ പോക്കും ഒക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അതിനകത്തൊരു അഭിപ്രായമൊന്നും ഇപ്പൊ പറയുന്നില്ല. വീണ് കിടക്കുന്ന ആരെയും ചവിട്ടാനും ഞാൻ ആളല്ല. പക്ഷെ ഒന്ന് മാത്രമുണ്ട്, ആ കുട്ടിയും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരിയാണ്. പ്രത്യേകിച്ച് സിനിമാക്കാരൻ എന്നുള്ളതിൽ പറയുകയാണെങ്കിൽ ഒരു സിനിമാക്കാരിയായിരുന്നു അതിനകത്ത് അഫക്റ്റഡ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികാവസ്ഥ ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ. ഈ സുനിക്ക് പിന്നിൽ ആര് എന്നത് നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്യണമെങ്കിലും സുനിക്ക് പിന്നിൽ ആര് എന്നതിലേക്ക് നമ്മൾ ഗൗരവമായൊരു പരിശോധന അന്വേഷണ സംഘവും പോയിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക്? അല്ല, പരിശോധനയിലൊക്കെ ഒത്തിരി നമ്മൾ ചിന്തിക്കാൻ ഒത്തിരി വീഴ്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ പരിശോധനയിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടും പിന്നെ ഇതിനെപ്പറ്റി പിന്നെ വിവരങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ ഇത്തരം ഒരു വെള്ളരിക്കപ്പെട്ടണമാണോ നമ്മുടേത്? ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ, കോടതി പോലും ചില കാര്യങ്ങളിൽ നിസ്സഹായരായിട്ട് നിൽക്കുക. ഇതൊക്കെ നമ്മൾ പറയാൻ പറഞ്ഞത് വളരെ വ്യത്യസ്തമായ ഇതുവരെ പറയാത്ത രീതിയിലുള്ള ഒരു സിനിമയോ നോവലോ ഒക്കെ ആണെന്ന് തോന്നിപ്പോവും ഇത് കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ അത് ജിജ്ഞാസയോടെ നോക്കിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു വിവരം വരുമല്ലോ. വന്നു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ വിമർശനാത്മകമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അത് വരട്ടെ, ഇതിന്റെ വിധി വരട്ടെ. ശ്രീ വിനയ്, ഒരു കാര്യം കൂടി, നാളെ പുറത്തിറങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്ത് കേൾക്കുന്ന വാർത്തകൾ. അങ്ങനെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കടുത്ത ജാമ്യവ്യവസ്ഥ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പൾസർ സുനിക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തടസ്സമുണ്ടാവില്ല. ജാമ്യവ്യവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അത്തരം തുറന്നു പറച്ചിലുകൾ മലയാള സിനിമയിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാകും എന്ന് താങ്കൾ അങ്ങനെ ഒരു സസ്പെൻസ് കരുതുന്നുണ്ടോ? അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കാത്തിരുന്ന് കാണാവുന്നേ ഉള്ളൂ. ഒത്തിരി സസ്പെൻസുകളും ട്വിസ്റ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു കേസായിരുന്നല്ലോ 2017 നമ്മൾ കാണുന്നത്. അപ്പം ഇതും നമ്മൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. വന്നു കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.